നല്ല സിനിമകൾ ഉണ്ടാകുന്നതിന് മറ്റേ ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓഡിയൻസ് മോശമാണെന്നൊക്കെ പറയുന്ന അതിലൊരു അർത്ഥമില്ല എന്നാണ് തോന്നുന്നത്. ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. എന്തായാലും എല്ലാവർക്കും ഓഡിയൻസും ഉണ്ട്. ഈ പൾസ് അറിയുന്ന കാര്യം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സ്കാൻ ചെയ്യാറുണ്ടോ? നോക്കാറുണ്ട്? റിവ്യൂസ് അല്ലെങ്കിൽ ജനറൽ പബ്ലിക് കമന്റ്സ്? ഞാൻ ഫുൾ ടൈം ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ്. ഒബ്സർവ് ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് ഇങ്ങനെയൊന്നും അങ്ങനെ മറ്റേ സോഷ്യൽ മീഡിയയിലുള്ളത് പോലെ തന്നെ ആവണമെന്നില്ല മൊത്തം എല്ലാവരുടെയും റെസ്പോൺസൊക്കെ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം എല്ലാം അങ്ങനെ മറ്റേ സമൂഹത്തിൻ്റെ പരിച്ഛേദമൊന്നുമല്ല സോഷ്യൽ മീഡിയയും കൂടി അറിയണം നമ്മൾ എന്നുള്ളതേ ഉള്ളൂ. ഈ പൾസ് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തോന്നലാണല്ലോ. ഇത് ഇപ്പോൾ ആരും ഇതാണ് ജനങ്ങളുടെ പൾസ്, ഇവർക്ക് ഇത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു പുതിയൊരു സാധനം ഉണ്ടാവുന്നത്. ഇത് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിലാണ് ഒരു പുതിയ ഐറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ ഇത് ജനങ്ങൾക്ക് ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പാളിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അതൊരു 10 വർഷം മുമ്പുള്ള ചർച്ചകളുടെ മെയിൻ പരിപാടി അതായിരുന്നു, ജനങ്ങളുടെ പൾസ് അറിയണമെന്ന്. ജനങ്ങളുടെ പൾസ് അല്ല അറിയേണ്ടത്. നിങ്ങൾ കൊടുക്കുന്ന കാര്യം നല്ല സാധനമായി കഴിഞ്ഞാൽ ജനങ്ങൾ എന്തായാലും അത് കാണും. അത് പുതിയ എക്സ്പീരിയൻസ് ആണ് അവർക്ക്, അതാണ് പൾസ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ മേക്കേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്, ജനങ്ങളൊന്നുമല്ല. മേക്കേഴ്സ് നല്ല സിനിമകൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്ന അവരെ നമ്മൾ ഇതിൻ്റെ കൂടെ സാക്ഷരത സിനിമ കാണാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മൾ സിനിമ പുതിയതായിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ സിനിമകൾ ഇപ്പം പിന്നെ എന്താ പ്രമേഹം പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അടുത്ത കാലത്ത് കാണേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടുണ്ടോ ആൾക്കാരെ? അത് കാണിക്കുന്നതിൽ നമ്മൾ ആ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മളെ സിനിമ എന്നുള്ള രീതിയിൽ നമ്മളുടെ മലയാളി ഓഡിയൻസിൻ്റെ ആക്സെപ്റ്റൻസിൻ്റെ ഒരു പരിധി നമ്മൾ വലുതാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് പഠിപ്പിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം, എന്നാലേ പുതിയ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മേക്കേഴ്സ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ ജനങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പറയല്ല. പക്ഷേ നല്ല സിനിമകൾ ഉണ്ടാകുന്നതിന് മറ്റേ ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓഡിയൻസ് മോശമാണെന്നൊക്കെ പറയുന്ന അതിലൊരു അർത്ഥമില്ല എന്നാണ് തോന്നുന്നത്. ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. എന്തായാലും എല്ലാവർക്കും ഓഡിയൻസും ഉണ്ട്. 15 വർഷം കൊച്ചിയില് പരിശ്രമിച്ചാണ് സിനിമയിലെത്തുന്നത്. ഇപ്പൊ ഈ ഈവനിങ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു, ശാസ്ത്രജ്ഞരൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് സിനിമയിലേക്ക് എൻട്രി ചെയ്തത്. ഇങ്ങനെ ഒരു വാതിൽ എല്ലാവരുടെ മുമ്പിലും ഉണ്ടോ? ഇങ്ങനത്തെ ഈവനിങ് ഡിസ്കഷൻസ് ഒക്കെ എല്ലാ രീതിയിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്ന സ്ഥലമാണോ? അല്ല, ഓരോ ആൾക്കാരുടെ ഓരോരോ വഴിയാണല്ലോ. നമ്മൾ മറ്റേ ഇപ്പോൾ ഞങ്ങളിവിടെ സിനിമേനെ ആഗ്രഹിച്ച് വന്നു. അപ്പോൾ പിന്നെ എന്തോ ഒരു കാര്യം കൊണ്ട് ശ്യാമേട്ടൻ നമ്മുടെ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിമായ ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിമായ ഞാനും രവിയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പം ആ ഒരു പോർഷൻ അവിടെ ഉണ്ട്. നമ്മൾ എന്തായാലും സിനിമ തന്നെ ചെയ്യുള്ളൂ ആയിരുന്നുള്ളൂ. സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അതിനിങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ എല്ലാവരും പോയി ഇവിടുന്ന് ഒരു ചാൻസ് ഉണ്ടോ അങ്ങനെ ചോദിക്കാൻ തന്നെയല്ല ശ്രമം. തരത്തിൽ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മീഡിയയിലും ഇതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നതാണ്. ഞങ്ങൾ ആദ്യം എഴുതിയിട്ടാണ് തുടങ്ങിയത്. എഴുതി കഥ പറയാൻ പോകലായിരുന്നു കുറച്ച് കാലം. അതൊരു ശ്രമമായിരുന്നു. പറഞ്ഞ എല്ലാവർക്കും ശ്രമിക്കാനുള്ള വഴികളുണ്ട്. നിങ്ങൾ ആദ്യം കുറച്ച് ഇതിൻ്റെ ആഗ്രഹത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് കുറച്ചും കൂടി പഠിച്ചെങ്കിൽ നല്ലതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കുറച്ച് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. ഇതങ്ങനെ ചില്ലറൊരു പരിപാടിയല്ലല്ലോ. ഇങ്ങനെ പെട്ടെന്ന് പോയി എല്ലാവർക്കും ലോട്ടറി അടിക്കുന്ന പോലെയാണ് സിനിമക്കാരനാവണം എന്നുള്ള ആഗ്രഹം. നേരെ പോയി നാളെ ഒരു സിനിമയിൽ നായകനായി അങ്ങനെ ആഗ്രഹിക്കാതിരിക്കുക കഴിയുന്നതും. കുറച്ച് അത് ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഭ്രമ, അതിൻ്റെ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നും. സ്വാഭാവികമാണത്. പക്ഷെ അത് നല്ലതല്ല എന്നാണ് പറയാനുള്ളത്. ലോജിക്കലായിട്ടുള്ള ഒരു ഇടമല്ല. അപ്പം സൂക്ഷിക്കുക.
സ്വന്തം കാര്യം നോക്കാനൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലത്. മലയാള സിനിമയിൽ പൊതുവെ ഒത്തിരി ഡൈവേഴ്സിറ്റി, ഒത്തിരി ചേഞ്ചസ് ഒക്കെ വരുന്നത്. പക്ഷെ ഇപ്പോഴും ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, ബിഹൈൻഡ് ദ സീൻ ഓരോ ഫീൽഡിലുണ്ടല്ലോ, ഓരോ ജോബ്, അവിടെ സ്ത്രീകൾ വളരെ കുറവാണ്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ തൊട്ട്, അത് ബിഹൈൻഡ് ദ സീനിൽ അത് ഇല്ലാത്ത ഒരു റോളാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ തൊട്ട് സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, സ്ത്രീകൾ അവിടെ വളരെ കുറവാണ്. സ്വന്തം സിനിമയിൽ എങ്ങനെയാണ്? എനിക്ക് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അതിലെല്ലാവരും ടെക്നീഷ്യന്മാരെല്ലാവരും സ്ത്രീകളായിരുന്നു, പെൺകുട്ടികൾ തന്നെയായിരുന്നു. എനിക്ക് പിന്നെ ഈ സിനിമ എങ്ങനെ ഉള്ളതെന്നും കൂടി ഉണ്ട്. എൻ്റെ കൂടെ പിന്നെ 2 അസോസിയേറ്റ്സ് പിന്നെ പെൺകുട്ടികളാണ്, ദീപ്തിയും ശിശിരയും. അപ്പോൾ സ്ത്രീകൾ വേണം എന്നുള്ളത് ഭയങ്കര അത്യാവശ്യം ആണ് സിനിമ സെറ്റിൽ. എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമയുടെയും അവരുടെയും കൂടെ കാഴ്ച ഇതിൻ്റെ പിന്നിലുണ്ടാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ പക്ഷേ ടെക്നീഷ്യന്മാർ കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒന്നും ഇല്ലാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഭയങ്കര സർവൈവ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡായിരുന്നു സ്ത്രീകൾക്ക് സിനിമ. പക്ഷേ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ പിന്നെ വരുന്നുണ്ട്. അവരൊക്കെ സമയമായി വരുന്നേ ഉള്ളൂ. അവരൊക്കെ സിനിമ എടുത്ത് തുടങ്ങുമായിരിക്കും. ഞാൻ അവരുടെ സിനിമയാണ് ഏറ്റവും ന്യൂ ആയിട്ടുണ്ടാകുന്ന മലയാളത്തിലെ ഇനി വരാനുള്ള ചേഞ്ചുകൾ എന്ന് വിചാരിക്കുന്നു. അത് ഇപ്പോഴും സിനിമ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വരുമായിരിക്കും. കുറച്ചും കൂടി പെൺകുട്ടികൾ വന്നുകൊണ്ടിരിക്കാം. ടെക്നിക്കൽ സൈഡിൽ പഠിച്ച് വരുന്ന ഇപ്പോൾ സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഇപ്പോൾ അസിസ്റ്റൻസും ഒക്കെയാണ്. അവരൊക്കെ നാളെ ഇൻഡിപെൻഡൻ്റ് ആവും, സജീവമാവും ആ മേഖല. ഇപ്പോൾ കുറച്ചും കൂടി ആക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി അവർക്കും കൂടി വർക്ക് ചെയ്യാനുള്ള പിന്നെ പെൺകുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് കുറച്ചും കൂടി നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതൊരു ആണുങ്ങളുടെ ഏരിയ ആണത്. അതിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങനെ ശരിയാവില്ല. അതിൻ്റെ ഒരു സിസ്റ്റമാണ്. അത് ശരിയാവും, പക്ഷേ മാറിക്കൊണ്ടിരിക്കുക, ശരിയായിക്കൊണ്ടിരിക്കും. ഈ അസിസ്റ്റന്റിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ രാജേഷ് ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്നാണ് ഇൻഡിപെൻഡന്റ് ആയ ശേഷം ക്രിയേറ്റീവ് കോൾസ് എടുക്കുന്നതിലാണോ? അതെ, തീർച്ചയായിട്ടും. അത് നമുക്ക് സിനിമ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ ഒന്നുമല്ല, ഇങ്ങനെ ഒരു വട്ടാക്കണമായിരുന്നു എന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ എടുക്കണ്ട, ആ കോളൊന്നും എടുക്കണ്ട. പുള്ളിയുടെ ആഗ്രഹത്തിനനുസരിച്ച് വർക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും പോകാനുള്ള സാധ്യത നമുക്കുണ്ട്. അപ്പം നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പണി. അത് വേറെ ആരും നമ്മളോട് ചോദിക്കാൻ ഉണ്ടാവാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ആ ഫ്രീഡത്തിനൊന്ന് ഒതുക്കി നിർത്തുക എന്ന് പറയുന്നതിലാണ് പണിയും തോന്നുന്നു. ആകെ പ്രൊഡ്യൂസറോട് മാത്രമാണ് നമ്മൾ ഉത്തരവാദിത്വം ഉണ്ടാകുന്നത്. പിന്നെ അവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രിയേറ്റീവ് കോൾസോ അങ്ങനെ എടുക്കുകയൊന്നുമില്ല. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം എടുക്കുമ്പോൾ അത് കുറച്ച് വലിയ ഉത്തരവാദിത്വം, അത് കോടികൾ ചിലവുള്ള ഉത്തരവാദിത്വമല്ലേ, അത് അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. അതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടായിരിക്കുക. നമ്മൾ എങ്ങനെയാണെന്ന്, ഞാൻ എന്താണ് പറയുന്നത്, എന്ത് പണിയാണ് ഞാൻ എടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് അത് ഇങ്ങനെ പഠിച്ചു വരിക എന്നുള്ളതാണ്. ഇങ്ങനെ സിനിമ ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഇത് എനിക്കറിയില്ലായിരുന്നു ഞാൻ എങ്ങനെയാണ് സംവിധാനം ചെയ്യാൻ പോകുന്നതെന്ന്. സംവിധാനം ചെയ്യാൻ തുടങ്ങുന്നത് വരെ നമ്മൾ ചില ഇങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിരിക്കും നമ്മളെക്കുറിച്ചിട്ട്. പക്ഷെ അത് അങ്ങനെയൊന്നും ആവണമെന്നില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയുള്ളൂ ഒറിജിനലായിട്ട് എങ്ങനെയാണ് എന്നുള്ളത്. പഠിച്ചുകൊണ്ടിരിക്കുക, ശരിയാവുമായിരിക്കും.